അപ്പോൾ November 30th ഈ വരുന്ന 400 കോൾസും മെസ്സേജസും അതിൻ്റെ ഇടയിലൊരു മെസ്സേജ്, ഞാനിങ്ങനെ നിങ്ങളുടെ പുസ്തകം വായിച്ചു, ഇൻ്റർവ്യൂസ് കണ്ടു, എൻ്റെ സ്പിരിച്വൽ ഐഡിയോളജി ആയിട്ട് വളരെ സാമ്യമുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരിക്കും ഒന്ന് കണ്ട് മീറ്റ് ചെയ്തൊന്ന് ഓട്ടോഗ്രാഫ്ഡ് കോപ്പി വാങ്ങിക്കണം എന്നുണ്ട്, പിന്നെ ഒന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്തോ കാരണം കൊണ്ട് ഞാൻ ഓക്കെ സംസാരിക്കാം എന്ന് പറയുന്നു. ഞാൻ അത് ചെയ്യാത്തൊരാളാണ്, കംപ്ലീറ്റ്ലി ഭയങ്കര പ്രൈവറ്റാണ്. ആ സമയത്ത് കുറച്ച് പേരായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ സംസാരിച്ച ആ ഫസ്റ്റ് കോളിൽ തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, അടുപ്പം എന്നല്ല അതിൻ്റെ വാക്ക്, ഒരു തിരിച്ചറിവ് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ വളരെ പെട്ടെന്ന് അത് ഫാമിലീസ് സംസാരിച്ച് അതൊരു അറേഞ്ച്ഡ് മാരേജായി മാറിയത്. അല്ല, അദ്ദേഹം ഈ പുസ്തകം വായിച്ചതിന് ശേഷം ആണല്ലോ തിരിച്ചറിവ്. അദ്ദേഹത്തിന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടാവുള്ളൂ. നമ്മളിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേര് ദൈവത്തിൻ്റെ ആത്മകഥ എന്നാണ്. അത് ലെനയുടെ കഥയാണ്. ദൈവത്തിൻ്റെ ആത്മകഥ, ലെനയ്ക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാകാതെ ഇത് മൊത്തം വായിച്ചിട്ട് എല്ലാം എന്ന് പറയുന്നില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഈ സ്പിരിച്വാലിറ്റിയുടെ സിംപ്ലിസിറ്റി.